ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു ഡെയിലി വ്ളോഗ് ആയാലോ? കുറേ ആയിട്ടോ ഡെയിലി വ്ളോഗൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്, പക്ഷെ മടി അതുകൊണ്ട് മാത്രം അങ്ങനെ ഇത്രയും ലാഗായത്. രാവിലെ നേരത്തെ എനിക്ക് കുളിച്ച് മാറ്റി ഒന്ന് അമ്പലത്തിൽ പോകാൻ വിചാരിച്ചു. അങ്ങനെ ഏട്ടനൊക്കെ സോപ്പിട്ട് കൊണ്ട് വണ്ടിക്ക് അമ്പലത്തിലെത്തി. ഇനിയിപ്പോൾ തിരിച്ചു വരുന്ന കാര്യം ആലോചിച്ചാൽ മതി. നമ്മൾ സ്ഥിരം പോകുന്ന അമ്പലത്തിലാണ്ടോ പോയത്. വിഷു ഒക്കെ ആവാനായതുകൊണ്ട് കൊന്നപ്പൂവൊക്കെ നല്ല പൂത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അത് നല്ല ഭംഗിയുണ്ടായിരുന്നുണ്ട് കാണാൻ. പിടിപ്പഴി അമ്പലത്തിലായിട്ട് നമ്മൾ പോയത്. നേരത്തെ പോയതുകൊണ്ട് ആൾക്കാർ കുറവായിരുന്നു. സുഖമായിട്ട് തൊഴുതു പോരാനും വീഡിയോ എടുക്കാനും എല്ലാത്തിനും പറ്റി. അല്ലെങ്കിൽ പിന്നെ ചില അമ്മമാരൊക്കെ ഉണ്ടാവും നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പം ഇതെന്താ ചെയ്യുന്നതെന്ന രീതിക്ക് നോക്കുന്നവരൊക്കെ. അങ്ങനെ ആരും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ സുഖമായിട്ട് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ നടന്ന് വീട്ടിലെത്തി നമ്മൾ. അപ്പോൾ പിന്നെ വീട്ടിലെത്തി പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അച്ഛമ്മേൻ്റെ കൂടെയൊക്കെ പോയിരുന്ന്. പിന്നെ അമ്മ ദോശയൊക്കെ ചുട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദോശയും പട്ടാണി കടലേൻ്റെ കറിയായിരുന്നു. അത് കൂട്ടി രാവിലെ ചായയും കുടിച്ച്. ചായ ഉദ്ദേശിച്ചത് ചായക്കാനാണ് കേട്ടോ. ഞാൻ ചായ കുടിക്കലില്ല, വെള്ളമാണ് അദ്ദേഹം കുടിക്കൽ. നമുക്കത് നല്ലത് തോന്നിയുണ്ട് അത് എടുക്കുകയാണ്. പിന്നെ കുറച്ചു നേരം തേരാപ്പാര അങ്ങോട്ട് നടന്ന് നമുക്കൊരു ബോ ഉണ്ടാക്കാനുണ്ടായിരുന്നു. അതുണ്ടാക്കി വീഡിയോ എടുത്ത് ഉച്ചയ്ക്ക് ചോറ് കഴിച്ച് കുറച്ച് ടി വി ഉണ്ട്. പിന്നെ നമുക്ക് വിഷുവിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത്. ആ സാരിയുടെ മുന്താണിയുള്ള വർക്ക് ഞാൻ തന്നെ ചെയ്താണ് കേട്ടോ. എൻ്റെ ഫസ്റ്റ് സാരി പെയിൻറ്റിങ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതങ്ങനെ പൊക്കി പിടിച്ച് നടക്കുന്നത്. പിന്നെ ഒന്ന് കിടന്നത് ഓർമ്മയുണ്ട്. പിന്നെ 5 മണിയാവാൻ നേരത്താണ് എണീറ്റ് വന്നത്. വീഡിയോ ഒക്കെ എടുത്ത ക്ഷീണം കൊണ്ടാണ് തോന്നുന്നു. പിന്നെ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ട്. ആൻറ്റി കിഴങ്ങൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അച്ചാറും കൂട്ടി കഴിച്ച്. പിന്നെ വിളക്കെത്തിക്കാനായതുകൊണ്ട് പിന്നെ അതിൻ്റെ കുറച്ച് പരിപാടിയിലായിരുന്നു. അങ്ങനെ വിളക്കെത്തിക്കലൊക്കെ കഴിഞ്ഞു. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.